തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തിരഞ്ഞെടുപ്പ് പരിഷ്കരണം. എന്താണ് SIR? SIR സാധാരണ ജനങ്ങളെ ബാധിക്കുന്നത് എങ്ങനെ? ലെറ്റ്സ് സ്പീക്ക് അപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യവ്യാപകമായി SIR നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണവും വോട്ടേഴ്സ് ലിസ്റ്റിലെ ഭേദഗതികളുമെല്ലാം മുൻപും തെരഞ്ഞെടുപ്പിന് അനുബന്ധിച്ച് നടക്കാറുണ്ടായിരുന്നു. എങ്കിലും സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങളും ചർച്ചകളുമാണ് നിലവിൽ നടക്കുന്നത്. പല കാരണങ്ങളാൽ രാജ്യത്ത് SIR എതിർക്കപ്പെടുന്നുണ്ട്. വോട്ടവകാശത്തെ പൗരത്വത്തിന്റെ അടിസ്ഥാനമാക്കി മാറ്റുന്നു എന്നത് തന്നെയാണ് ഇതിൽ പ്രധാന കാരണം. 2002 ബീഹാറിലാണ് ഇതിനു മുൻപ് SIR നടപ്പിലാക്കിയിട്ടുള്ളത്. ഇരട്ട വോട്ട് തടയൽ, കള്ളവോട്ട് തടയൽ, പ്രവാസികളുടെയും സ്ഥലം മാറിപ്പോയവരുടെയും മരണപ്പെട്ടവരുടെയും വോട്ട് ഒഴിവാക്കൽ എന്നിവയിലൂടെ ഒരു പുതിയ വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കി തിരഞ്ഞെടുപ്പ് സുതാര്യമാക്കുക എന്നതാണ് ലക്ഷ്യം. എന്നാൽ SIR ബീഹാറിൽ നടപ്പിലാക്കിയതിനു ശേഷം വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഏകദേശം 65 ലക്ഷം ആളുകളാണ്. അർഹരായ നിരവധി പേരുടെ പേരുകൾ യാതൊരു കാരണവുമില്ലാതെ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു എന്ന പരാതികളും ഉയർന്നു വന്നിരുന്നു. അവിടെയാണ് ആശങ്ക ജനിക്കുന്നതും. ഇതിനുശേഷമുണ്ടായ വോട്ടേഴ്സ് ലിസ്റ്റ് ഒന്നും പരിഗണിക്കാതെ 2002 വോട്ടർ പട്ടിക താരതമ്യത്തിന് വിധേയമാക്കുന്നത് രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്ക് പ്രധാന കാരണമാണ്. SIR നടപ്പിലാക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിൽ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിച്ചാണ്. വോട്ടർ പട്ടികയിൽ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ അപേക്ഷിച്ച് ക്ഷണിക്കും. തുടർന്ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അവ നൽകാനുള്ള സമയപരിധിയും അനുവദിക്കും. ഇതിനുശേഷമാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. എന്നാൽ 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ തിരിച്ചറിയൽ രേഖ സമർപ്പിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വോട്ടവകാശം ഉണ്ടാവുക. 2025 വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ പോലും ഇത് ബാധകമാകുന്നു. ഇനി പുതുതായി പേര് ചേർക്കുന്നവരാണെങ്കിലും തിരിച്ചറിയൽ രേഖ സമർപ്പിക്കണം. അതായത് ഈ രണ്ടു വിഭാഗവും ഏകദേശം ഒരേ നടപടികൾ നേരിടണം. വോട്ടർ പട്ടിക പരിഷ്കരിക്കുമ്പോഴും ആവശ്യമായ ഭേദഗതികൾ വരുത്തുമ്പോഴും 23 വർഷത്തെ വ്യത്യാസത്തിൽ ഒരു താരതമ്യം നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നിരവധിയാണ്. ഇതിന് ഇടയിൽ വോട്ട് ചെയ്തവർ പോലും വീണ്ടും രേഖകൾ നൽകി വോട്ടർ പട്ടികയിൽ ഇടം നേടേണ്ടി വരുന്നു. കാലങ്ങളായി വോട്ട് ചെയ്യപ്പെടുന്നവർ പോലും രേഖകളില്ലെന്ന പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ സാധ്യതകൾ ഏറെയാണ്. 2002 പട്ടിക പ്രകാരം 2,24,00,000 കേരളത്തിലെ വോട്ടർമാരുടെ എണ്ണം. 2025 കണക്ക് നോക്കുമ്പോൾ അത് 2,78,00,000. കൂടിയ വോട്ടർമാരുടെ എണ്ണം 54 ലക്ഷം. 2026 ജനുവരിക്കകം SIR നടപടികൾ പൂർത്തിയാക്കണം എന്ന് പറയുമ്പോൾ ഇത്രയധികം പേർക്ക് ഈ ചുരുങ്ങിയ കാലയളവിൽ രേഖകൾ നൽകി വോട്ടവകാശം ഉറപ്പിക്കാൻ സാധിക്കുമോ എന്നതിലും ആശങ്കയുണ്ട്. ഇലക്ഷനോടനുബന്ധിച്ച് വോട്ടർ പട്ടികയുടെ പരിശോധനയും തിരുത്തലും പുതുക്കലുമെല്ലാം ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. എന്നാൽ SIR അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതിനോട് എത്രത്തോളം നീതി പുലർത്തുന്നു എന്നതാണ് സംശയം.